ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് എക്കണോമിക്സ് എന്ന് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകരെ പറ്റിയും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ പറ്റിയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആദ്യം തന്നെ എക്കണോമിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്കണോമിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? ഓ ഇക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓ ഇക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഓ ഇക്കണോമിയുടെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അഥവാ ഗൃഹഭരണമാണ് ഓ ഇക്കണോമിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്? വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അല്ലെ? ഒരു വീട്ടില് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉണ്ടാകുക? നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് അല്ലേ ഉണ്ടാകുന്നത്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള നീഡ്സ് ആണ്. എന്നാൽ നമുക്കുള്ള റിസോഴ്സസോ അവ ലിമിറ്റഡും ആയിരിക്കും. അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൻസ് ഉണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസും ആണ് നമുക്കുള്ളത്. ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് പല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി എങ്ങനെ തൃപ്തി അടയുന്നു, ഇതാണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അല്ലെ? ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ തൃപ്തി അടയുന്നു, ഇതാണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. നമ്മളിവിടെ പറഞ്ഞത് ഓ ഇക്കണോമി എന്ന പദത്തിന്റെ അർത്ഥമാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ്? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അഥവാ ഗൃഹഭരണമാണ് അല്ലെ? എക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഓ ഇക്കണോമിയ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, ഉപഭോഗം, വിതരണം, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രശാഖയാണ് നമ്മൾ എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. ഇനി സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഫ്നോളജി എന്ന പേരിലാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഫ്നോളജി. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി. ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന പദം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഓ ഇക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ്? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചു സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി എന്ന്. പിന്നെ നമ്മൾ എന്താണ് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, ഉപഭോഗം, വിതരണം ഇവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Economics is a social science because it explores society and human behavior. എന്താണ്? സാമ്പത്തിക ശാസ്ത്ര പഠനം കേവലം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, മനുഷ്യനെ കുറിച്ചും സമൂഹത്തെ കുറിച്ചുമുള്ള പഠനമാണ് അല്ലെ? അപ്പോൾ സൊസൈറ്റിയെ പറ്റിയും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്രത്തിനെയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്താണ്? സൊസൈറ്റിയെ പറ്റിയും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയും എക്സ്പ്ലോർ ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്രത്തിനെയാണ് നമ്മൾ എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ബിക്കോസ് ഇറ്റ് എക്സ്പ്ലോർസ് സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. എക്കണോമിക്സിന് പ്രധാനപ്പെട്ട 5 ഡെഫിനിഷൻസ് ആണുള്ളത്. അപ്പൊ നമുക്ക് സമ്പദ് ശാസ്ത്ര ചിന്തകരെ പറ്റി പഠിക്കുമ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു ചോദ്യം നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ആഡം സ്മിത്ത് ആണ് അല്ലെ? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. രണ്ടാമത്തെ ചോദ്യം. നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ കാൾ മാർക്സ്, ബി ആൽഫ്രഡ് മാർഷൽ, സി ആഡം സ്മിത്ത്, ഡി പോൾ എസ് സാമുവൽസൺ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആഡം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ ഇതാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1723 മുതൽ 1790 വരെയുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകരിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആഡം സ്മിത്തിനെ പറ്റിയാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്
ആഡം സ്മിത്ത് എന്ന് നമ്മൾ പഠിച്ചു. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം ആരുടേതാണ്? ആഡം സ്മിത്ത്. ഓക്കെ, അപ്പൊ വെൽത്ത് ഓഫ് നേഷൻസ് എന്നും പറയാറുണ്ട്. വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്ക് ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഫുൾ നെയിം എന്താണെന്ന് അറിയാമോ? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ഈ ഒരു പുസ്തകത്തിന്റെ ഫുൾ നെയിം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അദ്ദേഹം എങ്ങനെയാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് വെൽത്ത് ഓർ സയൻസ് ഓഫ് വെൽത്ത്. എന്താണ്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ്. ഏത് വർഷമാണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്? 1776 അദ്ദേഹം 1776 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്തത് 1776 അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ. അദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ ഏത് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്കിലാണ് 1776 പബ്ലിഷ് ചെയ്ത നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണല്ലേ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അതുപോലെ ലെയ്സ് ഫെയർ സിദ്ധാന്തം ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ് അല്ലെ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ലെയ്സ് ഫെയർ സിദ്ധാന്തം ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ലെയ്സ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിൻ്റെതാണ്. ഇവിടുന്നെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നതല്ല ആഡം സ്മിത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റണം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ എന്താണ് ലെയ്സ് ഫെയർ സിദ്ധാന്തം പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ലെയ്സ് ഫെയർ സിദ്ധാന്തം. എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ കുറയ്ക്കണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ലെയ്സ് ഫെയർ സിദ്ധാന്തം. ഈ ലെയ്സ് ഫെയർ സിദ്ധാന്തം ആരുടേതാണ്? ആഡം സ്മിത്തിൻ്റെതാണ്. അപ്പോൾ ആഡം സ്മിത്തിനെ പറ്റി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ. സമ്പത്തിന്റെ നിർവചനം. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത് ഓർ സയൻസ് ഓഫ് വെൽത്ത്. അദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ് അല്ലെ. ഈ ബുക്കിന്റെ ഫുൾ നെയിം എന്താണ്? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ഈ ഒരു ബുക്കിന്റെ ഫുൾ നെയിം. 1776 ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ലെയ്സ് ഫെയർ സിദ്ധാന്തവും ആഡം സ്മിത്തിൻ്റെതാണ്. ആഡം സ്മിത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രൂപീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഒരുപാട് വ്യവസായശാലകള് അതുപോലെ തൊഴിലാളികളുടെ കൂട്ടായ്മയൊക്കെ രൂപം കൊള്ളുകയുണ്ടായി അല്ലെ. സാങ്കേതിക വിദ്യകളിലും അതുപോലെ ഉൽപാദന പ്രക്രിയയിലും എല്ലാം മാറ്റം വന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ആശയങ്ങൾ രൂപം കൊള്ളാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് കാൾ മാർക്സ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? കാൾ മാർക്സ് ആണ് അല്ലെ. കാൾ മാർക്സ് ആണ്. നമുക്കറിയാം ഒരു ഉൽപാദനത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ആ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം എന്താണ്? ആ ഉൽപ്പന്നത്തിന് കിട്ടുന്ന വിലയാണ് ആ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം. എന്നാൽ ഈ ഉൽപ്പന്നത്തിന്റെ വില ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുന്നതിനെയും പറയുന്നത് എന്താണ്? മിച്ചമൂല്യം എന്നാണ് കാൾ മാർക്സ് വിശേഷിപ്പിച്ചത്. മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ.
അപ്പോഴാണ് സർപ്ലസ് വാല്യൂ ഉൽപാദനത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചതാണ് സർപ്ലസ് വാല്യൂ അഥവാ മിച്ച മൂല്യം എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളെല്ലാം അദ്ദേഹം എഴുതിയിരുന്നത് ഏത് കൃതിയിലാണ്? മൂലധനം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം മൂലധനം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അപ്പോൾ ഈ കാര്യവും അദ്ദേഹത്തിന്റെ മൂലധനം എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ. തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? കാൾ മാർക്സ് ആണ് അല്ലെ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായത് കാൾ മാർക്സ്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപാദനത്തിന്റെ വില. അങ്ങനെയുള്ള ഉൽപാദനത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെയാണ് മിച്ചമൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം സർപ്ലസ് വാല്യൂ അഥവാ മിച്ച മൂല്യം ഈ ഒരു അദ്ദേഹത്തിന്റെ ഐഡിയ കൊണ്ടുവന്നത് ഏത് പുസ്തകത്തിലൂടെയാണ്? മൂലധനം എന്ന പുസ്തകത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം എന്തെന്നാണ് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഓപ്ഷൻ എ ലയണൽ റോബിൻസ്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്, ഡി പോൾ എ സാമുവൽസൺ. ഇവിടെ ആൻസർ എന്താണ്? ആൻസറുടെ ഓപ്ഷൻ ബി ആണ്, ആൽഫ്രഡ് മാർഷൽ ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. ഇനി നമുക്ക് ആൽഫ്രഡ് മാർഷലിനെ പറ്റി പഠിക്കാം. ഇപ്പൊ എക്കണോമിക്സിന് പ്രധാനമായിട്ടും 5 ഡെഫിനിഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ എന്താണ്? സമ്പത്തിന്റെ നിർവചനമാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി ക്ഷേമത്തിന്റെ നിർവചനം അഥവാ വെൽഫെയർ ഡെഫിനിഷൻ ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലിന്റേതാണ് കേട്ടോ. ക്ഷേമത്തിന്റെ നിർവചനം സമ്പത്ത് ആത്യന്തികമായിട്ടും മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹം അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ആയിരുന്നു. അപ്പോൾ മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ് കേട്ടോ. ക്ഷേമത്തിന്റെ നിർവചനം ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. അദ്ദേഹം എക്കണോമി ഡിഫൈൻ ചെയ്തത് പൊളിറ്റിക്കൽ എക്കണോമി എന്നായിരുന്നു. സാധാരണ ആളുകളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള പഠനമാണ് അദ്ദേഹത്തിന്റെ വെൽഫെയർ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്ഷേമത്തിനാണ്. മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ. സമ്പത്ത് ആത്യന്തികമായിട്ട് എന്തിനു വേണ്ടിയായിരിക്കണം? മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം അവതരിപ്പിച്ചത് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ആയിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലയണൽ റോബിൻസിനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഡെഫിനിഷൻ ഏതാണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് കേട്ടോ. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്താണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ദൗർലഭ്യത്തിന്റെ നിർവചനം കൊണ്ടുവന്നത് ലയണൽ റോബിൻസ് ആണ്. എന്താണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പറയുന്നത്? ദൗർലഭ്യത്തിന്റെ നിർവചനമാണ് അല്ലെ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചില സാധനങ്ങൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്, എന്നാൽ മറ്റു ചില സാധനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ലഭ്യമാകൂ. ഇങ്ങനെ പരിമിതമായ വിഭവങ്ങളും എന്നാൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർ എങ്ങനെ അവരുടെ ആവശ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്നു, മനുഷ്യൻ എങ്ങനെ അവരുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്നു എന്നതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ആരുടേതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ? ദൗർലഭ്യത്തിന്റെ നിർവചനം ആരുടേതാണ്? ലയണൽ റോബിൻസിന്റേതാണ് കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് അല്ലെ, നമുക്ക് അതിരില്ലാത്ത ആവശ്യങ്ങളാണുള്ളത്, എന്നാൽ പരിമിതമായ വിഭവങ്ങളാണുള്ളത്. അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളുമാണ് നമുക്ക് ഉള്ളത്. ഈ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം. അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞത് ആരാണ്? ലയണൽ റോബിൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ലയണൽ റോബിൻസ് പ്രതിപാദിച്ചത്.
എക്കണോമിക്സിൽ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യത്തിന്റെ നിർവചനം ആരുടേതാണ്? ലയണൽ റോബിൻസന്റേതാണ്. അദ്ദേഹം ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിരുന്നു കേട്ടോ. ലയണൽ റോബിൻസിനെ പറ്റി പറഞ്ഞതും അദ്ദേഹത്തിന്റെ ആശയവും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം, മികച്ച സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ശരിയായ ഭൂവിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ലയൺ റോബിൻസൺ, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, സി ആഡം സ്മിത്ത്, ഓപ്ഷൻ ഡി പോൾ എ സാമുവൽസൺ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പോൾ എ സാമുവൽസൺ ആണ് ആൻസർ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. പോൾ എ സാമുവൽസൺ, അദ്ദേഹത്തിന്റെ കാലഘട്ടം 1915 മുതൽ 2009 വരെയുള്ള കാലയളവായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെട്ടത്. വളർച്ചയുടെ നിർവചനമാണ് കേട്ടോ ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പോൾ ഗ്രോത്ത് ഡെഫിനിഷൻ ആരുടേതാണ്? പോൾ എ സാമുവൽസണിന്റെ ആണ്. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്തിന്റെയൊക്കെ ഫലമാണ്? മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് അല്ലെ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും അതുപോലെ ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്നാണ് പോൾ എ സാമുവൽസൺ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഗ്രോത്ത് ഡെഫിനിഷൻ ആണ് പോൾ എ സാമുവൽസന്റെ ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ 5 സാമ്പത്തിക ചിന്തകരെ പറ്റിയാണ് പഠിച്ചത് അല്ലെ. ഇവിടെ നമ്മൾ ഈ ഒരു ടേബിളിൽ നമുക്ക് ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആഡം സ്മിത്തിനെ പറ്റിയാണല്ലേ പഠിച്ചത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ആരുടേതാണ്? ആഡം സ്മിത്തിന്റെ ആണ്. അദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയം എന്താണ് പറയുന്നത്? വെൽത്ത് ഡെഫിനിഷൻ ആണ് അല്ലെ, സമ്പത്തിന്റെ നിർവചനം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് സമ്പത്തിന്റെ നിർവചനം. വെൽത്ത് ഡെഫിനിഷൻ നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ബുക്കിലായിരുന്നു? അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ ബുക്കിലായിരുന്നു. അപ്പോൾ ഈ ബുക്കിന്റെ ഫുൾ നെയിം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ആണ് ഈ ഒരു ബുക്കിന്റെ ഫുൾ നെയിം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത് ഓർ സയൻസ് ഓഫ് വെൽത്ത്. എന്താണ്? അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് വെൽത്ത് ഓർ സയൻസ് ഓഫ് വെൽത്ത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡം സ്മിത്തിനെ പറ്റി പറഞ്ഞു, മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണ്? തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയത് അല്ലെ. അപ്പോൾ ഏത് സാമ്പത്തിക ചിന്തകനാണ്, ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയത്? നമുക്കറിയാം കാൾ മാർക്സ് ആണ് അല്ലെ. കാൾ മാർക്സ് ആണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? കാൾ മാർക്സ് ആണ്. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് കാൾ മാർക്സ് എന്ന് പഠിക്കുക. പിന്നെ നമ്മൾ പഠിച്ചു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതെന്ന് പഠിച്ചു അല്ലെ. ഏതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി? മൂലധനം. മൂലധനമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി അല്ലെ. പിന്നെ മിച്ചമൂല്യം എന്ന് വിശേഷിപ്പിച്ചത്, മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കാൾ മാർക്സ് ആണ് ആദ്യമായിട്ട് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത് അല്ലെ. അദ്ദേഹം എന്തിനാണ് ഈ ഒരു ടേം ഉപയോഗിച്ചത്? അദ്ദേഹത്തിന്റെ മൂലധനം ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം ഈ സർപ്ലസ് വാല്യൂവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചതാണ് ഉൽപാദനത്തിന്റെ അടിസ്ഥാനം എന്താണ്? തൊഴിലാളികളുടെ അധ്വാനമാണ് അല്ലെ. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലം എന്താണ്? അവർക്ക് കിട്ടുന്ന കൂലിയാണ്. എന്നാൽ എന്താണ് ഇവിടെ പറയുന്നത്? ഉൽപാദനത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുന്നതിനെയുമാണ് നമ്മൾ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് വിശേഷിപ്പിച്ചത്. മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ കാൾ മാർക്സിനെ പറ്റി പഠിച്ചപ്പം പറഞ്ഞതാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്തേ ഉള്ളൂ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് കാൾ മാർക്സ്. ഇനി ആൽഫ്രഡ് മാർഷലിന്റെ അടിസ്ഥാന ആശയം എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ് അല്ലെ. വെൽഫെയർ ഡെഫിനിഷൻ ആണ് അല്ലെ. ക്ഷേമത്തിന്റെ നിർവചനം ആരുടേതെന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷലിന്റെ ആണ്. വെൽഫെയർ ഡെഫിനിഷൻ. അദ്ദേഹം മനുഷ്യനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് വെൽഫെയർ ഡെഫിനിഷൻ. സമ്പത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം എന്നാണ് അദ്ദേഹം നിർവചിച്ചത്? സമ്പത്ത് ആത്യന്തികമായിട്ട് മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അല്ലെ. അതുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നവയായിരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പ്രതിപാദിച്ചത്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലിന്റേതാണ്. നെക്സ്റ്റ്, അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും. ഇതെന്തിനെ പറ്റി പറയുന്നതാണ്? അടിസ്ഥാന ആശയം. ഈ ഒരു അടിസ്ഥാന ആശയം ആരുടേതാണ്? അപ്പോൾ ഇത് എന്തിനെ പറ്റി പറയുന്നതാണ്?
സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് അല്ലേ. സ്കേഴ്സിറ്റി അഥവാ ദൗർലഭ്യത്തിന്റെ നിർവചനമാണ്. അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും. നമ്മൾ പറഞ്ഞു നമുക്ക് ചില സാധനങ്ങൾ ഒരുപാട് ലഭ്യമാണ്, എന്നാൽ മറ്റു ചില സാധനങ്ങളോ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളും അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എങ്ങനെ മനുഷ്യൻ അവരുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്നു എന്നതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷന്റെ പറയുന്നത്. ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആരുടേതാണ്? ലയണൽ റോബിൻസിന്റേതാണ് അല്ലെ. അപ്പോൾ ഇവ തമ്മിലുള്ള അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും ഇവ തമ്മിലുള്ള ബന്ധം അനലൈസ് ചെയ്ത് അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെയും അടിസ്ഥാന ആശയം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ്, പോൾ എ സാമുവൽസൺ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്താണ്? എന്ത് ഡെഫിനിഷൻ ആണ്? ഗ്രോത്ത് ഡെഫിനിഷൻ ആണ് അല്ലേ. ഗ്രോത്ത് ഡെഫിനിഷൻ ആരുടേതെന്ന് ചോദിച്ചാൽ പോൾ എ സാമുവൽസണിന്റെയാണ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്തിന്റെയൊക്കെ ഫലമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്? മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും അതുപോലെ ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ. നെക്സ്റ്റ്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ആണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയം എന്താണ്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. കാൾ മാർക്സിന്റെ അടിസ്ഥാന ആശയം എന്താണ്? തൊഴിലാളികൾക്ക് പ്രാധാന്യമാണ് അദ്ദേഹം നൽകിയത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ചിന്തകനാണ് കാൾ മാർക്സ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? മൂലധനം. അതുപോലെ സർപ്ലസ് വാല്യൂ എന്ന ടേം ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? കാൾ മാർക്സ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു. ആൽഫ്രഡ് മാർഷലിന്റെ അടിസ്ഥാന ആശയം എന്താണ്? വെൽഫെയർ ഡെഫിനിഷൻ ആണ്. അദ്ദേഹം മനുഷ്യനാണ് പ്രാധാന്യം നൽകിയത്. എന്താണ് വെൽഫെയർ ഡെഫിനിഷൻ? ക്ഷേമത്തിന്റെ നിർവചനമാണ് അല്ലെ. ലയണൽ റോബിൻസൺ എന്താണ് പറയുന്നത്? അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ്, പോൾ എ സാമുവൽസൺ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അപ്പൊ 5 ഡെഫിനിഷൻ ഉണ്ട് നമ്മൾ. അപ്പൊ നമ്മൾ ഈ ഒരു 4 ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറഞ്ഞത് അല്ലെ. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, നെക്സ്റ്റ് ഗ്രോത്ത് ഡെഫിനിഷൻ. ഇനി പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്, അതാണ് മോഡേൺ ഡെഫിനിഷൻ. AC ദാസിന്റെ ആണ് മോഡേൺ ഡെഫിനിഷൻ. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. 5ാമത്തെ ഡെഫിനിഷൻ ഏതാണ്? ഇപ്പോൾ മോഡേൺ ഡെഫിനിഷൻ ആരുടേതാണ്? AC ദാസിന്റെ ആണ് മോഡേൺ ഡെഫിനിഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പറ്റിയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പറ്റിയാണ് അല്ലെ നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധരെ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ചാണക്യനെ പറ്റിയാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അപ്പോൾ അർത്ഥശാസ്ത്രം എന്ന പുസ്തകം രചിച്ചത് ചാണക്യനാണ്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ആരാണ്? ചാണക്യനാണ് അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പഠിക്കുക, അർത്ഥശാസ്ത്രം എന്ന പുസ്തകം ആരുടേതാണ്? ചാണക്യന്റെ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തായിരുന്നു? ശരിയായ നയങ്ങൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ശരിയായ നയങ്ങൾ ആ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഒരു രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവിടെ നന്നായിട്ട് നടന്നില്ലെങ്കിൽ ആ രാജ്യത്തെ അതെന്താണ്? നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടന്നില്ലെങ്കിൽ ആ രാജ്യത്തിനെ നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തിന്റെ ആവശ്യമാണുള്ളത്? ശരിയായിട്ടുള്ള നയങ്ങളാണ്. ശരിയായിട്ടുള്ള നയങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ആശയം എന്താണ്? ശരിയായിട്ടുള്ള നയങ്ങൾ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ശരിയായ നയങ്ങളിലൂടെ സർക്കാരിന് ഒരു രാജ്യത്തിൽ ഉണ്ടാകുന്ന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി നമുക്കൊരു പോയിന്റ് കൂടി പഠിക്കാം. മഗധ എന്ന രാജ്യത്തിനെ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ചാണക്യൻ എന്നുകൂടി പഠിക്കുക കേട്ടോ. മഗധ എന്ന രാജ്യത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? ചാണക്യനാണ് കേട്ടോ. ചാണക്യൻ. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അർത്ഥശാസ്ത്രമാണ് കേട്ടോ. അപ്പൊ അർത്ഥശാസ്ത്രം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ചാണക്യനാണ്. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു.
മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? ചാണക്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ആശയം എന്താണ് പറയുന്നത്? ശരിയായ നയങ്ങൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ കാലയളവ് BC 370 മുതൽ 283 വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാദാഭായ് നവറോജിയെ പറ്റിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം ഏതാണ്? ചോർച്ച സിദ്ധാന്തമാണ് അല്ലെ. ചോർച്ച സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം എന്താണ് അവതരിപ്പിച്ചത്? ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്കും ദാരിദ്ര്യത്തിനും കാരണം എന്താണ്? ബ്രിട്ടീഷ് ഭരണമാണ് എന്നത് ചോർച്ച സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയമാണ് ചോർച്ച സിദ്ധാന്തം. എന്താണ് അദ്ദേഹം ഈ ഒരു സിദ്ധാന്തത്തിലൂടെ പറഞ്ഞത്? ഇന്ത്യയുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണകൂടമാണെന്നും ഇന്ത്യയെ സാമ്പത്തിക ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തകർച്ചയിലേക്കും നയിച്ചതിന് കാരണം ഇതാണെന്നുമാണ് അദ്ദേഹം ചോർച്ച സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്കും ദാരിദ്ര്യത്തിനും കാരണം ബ്രിട്ടീഷ് ഭരണമാണ് എന്നത് ചോർച്ച സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഉയർന്ന കൂലി, അസംസ്കൃത വസ്തുവിന് നൽകുന്ന കുറഞ്ഞ വില, ബ്രിട്ടൻ നിർമ്മിത വസ്തുക്കൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കൽ, അതുപോലെ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇവയൊക്കെയാണ് സാമ്പത്തിക ചോർച്ചയുടെ കാരണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം സാമ്പത്തിക ചോർച്ചയുടെ കാരണങ്ങളായിട്ട് പറഞ്ഞത്? ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന കൂലിയാണ് നൽകിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന കൂലി നൽകിയത് സാമ്പത്തിക ചോർച്ചയുടെ ഒരു കാരണമാണ്. പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്? അസംസ്കൃത വസ്തുവിന് നൽകുന്ന കുറഞ്ഞ വില. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി അവ ശേഖരിച്ച് അവ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത്. ഇതും സാമ്പത്തിക ചോർച്ചയുടെ ഒരു കാരണമാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നത്. ഇതും എന്താണ്? സാമ്പത്തിക ചോർച്ചയുടെ കാരണമാണ്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ബ്രിട്ടൻ നിർമ്മിത വസ്തുക്കൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ ബ്രിട്ടനിൽ നിർമ്മിച്ച വസ്തുക്കൾ എന്താണ്? കൂടിയ വിലയ്ക്ക് വിൽക്കുന്നത്. ഇതും എന്താണ്? സാമ്പത്തിക ചോർച്ചയുടെ കാരണമാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? ബ്രിട്ടന്റെ വികസനത്തിന് വേണ്ടി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് അവിടെ ചെയ്തത് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക ചോർച്ചയുടെ കാരണങ്ങളായിട്ട് അദ്ദേഹം ചോർച്ച സിദ്ധാന്തത്തിലൂടെ അവതരിപ്പിച്ചത്. അപ്പോൾ ചോർച്ച സിദ്ധാന്തം ആരുടേതെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയുടെയാണ് കേട്ടോ. ഇനി ബ്രിട്ടീഷ് ചൂഷണത്തിനെ കുറിച്ച് പഠനങ്ങൾ പ്രസിദ്ധീകരിച്ച മറ്റൊരു സമ്പദ്ശാസ്ത്ര വിദഗ്ധനായിരുന്നു രമേശ് ചന്ദ്ര ദത്ത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബ്രിട്ടീഷ് ചൂഷണവും അതുപോലെ പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെയാണ് ഇന്ത്യയെ തകർത്തത് എന്നാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ വ്യക്തമാക്കിയത്. ഈ ഒരു പേര് കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെയാണ് ഇന്ത്യയെ തകർത്തതെന്ന് ശാസ്ത്ര പഠനത്തിലൂടെ വ്യക്തമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ രമേശ് ചന്ദ്രദത്ത് ആണ് കേട്ടോ. അപ്പൊ രമേശ് ചന്ദ്രദത്ത് എന്ന സാമ്പത്തിക വിദഗ്ധനാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞതാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ്, ദാദാഭായ് നവറോജി ആണ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് അല്ലെ അദ്ദേഹം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപൻ ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപനാണ് ദാദാഭായ് നവറോജി. ഇനി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകനുമാണ് അദ്ദേഹം അല്ലെ. ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ബ്രിട്ടനാണ് ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. ചോർച്ച സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആണ് കേട്ടോ. എന്താണ് ഈ ഒരു ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ചോർച്ച സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് അദ്ദേഹം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതും അദ്ദേഹമാണ്. ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപനായിരുന്നു. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ടോർച്ചർ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് നവറോജി എഴുതിയ ഗ്രന്ഥം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്ന ഗ്രന്ഥമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയെ പറ്റിയാണ്. അപ്പോൾ ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകിയത്, തനതായ സംഭാവനകൾ നൽകിയത് നമ്മളുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി ആയിരുന്നു, മഹാത്മാഗാന്ധിജി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ് ആണ്. മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പോൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയത് ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1909 അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടേതായിരുന്നു കേട്ടോ. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത്. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടേതാണ്. ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം. അതുപോലെ ഗാന്ധിജിയുടെ മറ്റ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയായിരുന്നു? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം അദ്ദേഹത്തിന്റെ ഒരു ചിന്തയായിരുന്നു. സാശ്രയവുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, അതും അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റ് ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക, അതുപോലെ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുക. ഇതും ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുക, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഈ ഒരു 4 പോയിന്റ് നോട്ട് ചെയ്യുക. ഇവിടെ നിന്നും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ? ഈ 4 പോയിന്റ് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് അല്ലെ, ഹിന്ദ് സ്വരാജ് ആണ്. ഹിന്ദ് സ്വരാജ് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1909. അപ്പോൾ മഹാത്മാഗാന്ധിയെ പറ്റി നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിരുന്നത് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. ഗ്രാമീണ വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യത്തിനും പ്രാധാന്യം നൽകിയത് ഗാന്ധിജിയാണ്. ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധിജിയാണ്. എന്താണ് ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം. പിന്നെ നമ്മളിവിടെ പറഞ്ഞത് 4 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ 4 പോയിന്റ് പറഞ്ഞത്. ആ 4 പോയിന്റ് പഠിക്കുക. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ട്രസ്റ്റിഷിപ്പിനെ പറ്റി പറഞ്ഞു. ട്രസ്റ്റിഷിപ്പിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജിയാണ്. എന്താണ് ട്രസ്റ്റിഷിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കിവിടെ നോക്കാം. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കമാണ് താഴെ പറയുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ എന്താണ് പറയുന്നത്? മുതലാളി തനിക്ക് മാത്രമായിട്ടുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇവിടെ പറഞ്ഞത് എന്താണ്? മുതലാളി തനിക്ക് മാത്രമായിട്ടുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു
ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഒരു ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കമാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് വായിച്ചത് മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല അല്ലെ. അവിടെ ഒരു ട്രസ്റ്റി ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഇല്ല. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ച് അല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത്. എങ്ങനെയാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു വ്യക്തിയുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചിട്ടല്ല ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത്. അത് എന്തിനെ അനുസരിച്ചായിരിക്കണം? സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ആയിരിക്കണം. നാലാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്? മാന്യമായിട്ട് ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ തന്നെ എന്താണ് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിന്റെയും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 4 പോയിന്റ്സിലൂടെയാണ് ഇവിടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉള്ളടക്കം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് പറയാം, എന്തൊക്കെയാണ് ആ ഒരു ആശയങ്ങൾ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മുതലാളി തനിക്ക് മാത്രമായിട്ടുള്ള ഉടമസ്ഥാവകാശം എന്താണ് പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ആരാണ് ട്രസ്റ്റി എന്ന് മനസ്സിലായല്ലോ. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. ഇനി ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ്? വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചിട്ട് അല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? മാന്യമായിട്ട് ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ തന്നെ എന്താണ് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഏറ്റവും കൂടിയ വേതനത്തിന്റെ പരിധി കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 പോയിന്റ്സിലാണ് ഇവിടെ ട്രസ്റ്റിഷിപ്പിന്റെ ഉള്ളടക്കം, പ്രധാന ഉള്ളടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രസ്റ്റിഷിപ്പിലൂടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം ട്രസ്റ്റിഷിപ്പിലൂടെ ലക്ഷ്യം കണ്ടത്. നമുക്കൊരു ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ താഴെ നൽകിയിരിക്കുന്നവയില് ഏതെല്ലാമാണ്? ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. സെക്കൻഡ്, സമത്വത്തിൽ ഊന്നലുള്ള സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 3, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക. 4, സ്വയം പര്യാപ്തവും ശാസ്ത്രീയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഗാന്ധിജിയുടെ 4 സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ നമ്മൾ അവിടെ പഠിച്ചതാണ്. ഈ തന്നിരിക്കുന്നവയെല്ലാം എന്താണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് അല്ലെ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ്. ഒരു പോയിന്റ് കൂടി നമുക്ക് ഇവിടെ പറയാനുണ്ട് ഗാന്ധിജിയെ പറ്റി. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ ആരൊക്കെയാണ്? ജെ.സി. കുമരപ്പ അല്ലെ. ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. അവർ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളെ കൊണ്ട് സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരാണ് ഈ തന്നിട്ടുള്ള 3 പേര്. ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ 3 സാമ്പത്തിക വിദഗ്ധര് മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? കാർഷിക മേഖലയ്ക്കും അതുപോലെ ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ ആരൊക്കെയാണ്? ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയം എന്താണ്? നമ്മൾ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ചിന്തകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇവിടെ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുന്ന കാര്യം, അതുപോലെ തന്നെ എന്താണ് കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു 3 സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും അവരുടെ ആശയം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 3 സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെയും ആശയം എന്താണ് പറയുന്നത്? കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകേണ്ട വികസനമാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ചിന്തകരാണ് ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അമർത്യ സെന്നിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നോബൽ സമ്മാനം, അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്, അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1998 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. വെൽഫെയർ എക്കണോമിക്സ്, സോഷ്യൽ ചോയ്സ് ഈ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. വെൽഫെയർ എക്കണോമിക്സ് എന്താണ്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം.
മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം, ഈ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ സാമ്പത്തിക ശാസ്ത്ര മേഖലയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏതൊക്കെ മേഖലകളിലെയാണ് വെൽഫെയർ എക്കണോമിക്സ്, സോഷ്യൽ ചോയ്സ്, ഈ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അമർത്യ സെൻ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് ഏതൊക്കെ വിഷയങ്ങൾക്കാണ്? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം, ഈ 3 വിഷയങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. അദ്ദേഹത്തിനെ പറ്റി പഠിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലുള്ള അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അമർത്യ സെൻ ആണ്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത് മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അമർത്യ സെൻ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1998 പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അഥവാ വെൽഫെയർ എക്കണോമിക്സ്, സോഷ്യൽ ചോയ്സ്, ഈ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവന കണക്കാക്കിയാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്തിന്റെയൊക്കെ പഠനത്തിലായിരുന്നു? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം, ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ 4 ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പറ്റിയും പഠിച്ചു. അതിനുശേഷം നമ്മൾ 4 ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരെ പറ്റിയും പഠിച്ചു. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യമാണ്, ചുവടെ നൽകിയിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഓരോന്നും ഏതൊക്കെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടേതാണെന്ന് എഴുതുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എന്താണ്? ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്ക് പഠനങ്ങളിൽ പ്രാധാന്യം നൽകിയത് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാണ്? ആൻസർ അമർത്യ സെൻ ആണ് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ അമർത്യ സെൻ ആണ്. ഇനി ബി എന്താണ് ഇവിടെ പറയുന്നത്? സ്വയം പര്യാപ്തവും സാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി. ആരാണ്? മഹാത്മാഗാന്ധിജിയാണ് അല്ലെ. മഹാത്മാഗാന്ധിയാണ്. സി ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നുവെന്ന് പഠനം നടത്തിയത് ആരാണ്? ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർക്കുന്നുവെന്ന് പഠനം നടത്തിയത് രമേശ് ചന്ദ്രദത്ത് ആണ് കേട്ടോ. രമേശ് ചന്ദ്രദത്ത്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാനം നഷ്ടം തടയുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ചാണക്യനാണ് അല്ലെ. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം സർക്കാരിന്റെ വരുമാന നഷ്ടം തടയുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ചാണക്യനാണ്. ഇപ്പൊ നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതും എന്താണ് മാച്ച് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെയും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് എടുത്ത് പഠിക്കുക. 8ാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയമായ ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയാണ് ഗാന്ധിജി ലക്ഷ്യമിട്ടത്. നമ്മൾ പഠിച്ചതാണ്. ട്രസ്റ്റിഷിപ്പിന്റെ ഉപജ്ഞാതാവാരാണ്? മഹാത്മാഗാന്ധിയാണ്. ട്രസ്റ്റിഷിപ്പിന്റെ ലക്ഷ്യം എന്തെന്ന് നമ്മൾ പഠിച്ചു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജിയുടെ ലക്ഷ്യം. 9ാമത്തെ ചോദ്യം നോക്കാം. ചാണക്യന്റെ അർത്ഥശാസ്ത്രം വിഭാവന ചെയ്ത സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആ രാജ്യത്തിനെ നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം രാജ്യത്തിനെ നാശത്തിലേക്ക് നയിക്കും. ശരിയായ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കും. ശരിയായ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കും. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും. ശരിയായ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും. അപ്പോൾ ഈ ഒരു ആശയം ആരുടേതാണ്? ചാണക്യന്റേതാണ് അല്ലെ. അപ്പോൾ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഈ ഒരു ആശയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പം ഇന്നത്തെ ക്ലാസ് എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. എക്കണോമിക്സിന്റെ ഡെഫിനിഷൻസ് പഠിച്ചു അല്ലെ. എക്കണോമിക്സിന് പ്രധാനപ്പെട്ട 5 ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പറ്റി പഠിക്കുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ഡെഫിനിഷനും പഠിച്ചാണ് നമ്മൾ വന്നത്. അപ്പൊ എല്ലാവർക്കും നന്ദി.